ഹലോ എവരിവൺ. ശ്വസന വ്യായാമങ്ങൾക്ക് നമ്മളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുതരാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു യോഗ ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് പരിചയപ്പെടാം. എന്താണ് ഈ ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒന്നും തന്നെ നമ്മുടെ ഒരു അവയർനെസ്സോട് കൂടി ചെയ്യുന്ന കാര്യമല്ല, അല്ലെ? നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോഴും നമ്മൾ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് ഇട്ടിട്ട് മൂക്കിന്റെ ഒരു നോസ്ട്രിലിൽ കൂടി ശ്വാസം എടുക്കുമ്പോൾ മറ്റേ നോസ്ട്രിൽ ക്ലോസ് ചെയ്യുകയും തിരിച്ച് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ്. ഒരുപാട് ബെനിഫിറ്റുകൾ ഉള്ള ഒരു പ്രാക്ടീസ് ആണ് ഈ ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. നാഡീശോധന അഥവാ ഈ ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ് നമ്മളുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മളുടെ മനസ്സിനെ ഒരു ശാന്തതയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ പ്രാക്ടീസ് ഹെൽപ്പ് ചെയ്യും. ഇംപ്രൂവ് ഫോക്കസ്. നമ്മുടെ ശ്വസനത്തില് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യായാമം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് കൂടുതൽ ക്ലാരിറ്റി തരാനും നമ്മളുടെ ഫോക്കസും അറ്റൻഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും ഈ നാഡീശോധന നമ്മളെ സഹായിക്കും. ബാലൻസസ് ദ ബോഡീസ് എനർജി. ഓൾട്ടർനേറ്റ് നോസ്ട്രിലിൽ കൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നതിലൂടെ തന്നെ നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിനെ ഹാർമണൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതോടൊപ്പം നമ്മുടെ ബോഡിയിൽ ത്രൂ ഔട്ട് എനർജി ഫ്ലോയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു കാം സ്റ്റേറ്റിലേക്ക് നമ്മളെ എത്തിക്കാനും ഈ പ്രാക്ടീസിലൂടെ സാധിക്കും. റെഗുലേറ്റ് ഇമോഷൻസ്. സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതിലൂടെ നമ്മളുടെ ആങ്കർ, ദേഷ്യം, ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നിരാശ ഇതുപോലെയുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ദ മൈൻഡ്. നാഡീശോധന നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മളുടെ മൈൻഡിനെ നമുക്ക് ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് പരമാവധി ഒഴിവാക്കാനും നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കാനും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും ഒക്കെ സാധിക്കുന്നു. ബെറ്റർ സ്ലീപ്പ്. ഈ ഒരു കാമിങ് ടെക്നിക്ക് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യുന്നു, നമ്മളുടെ മനസ്സ് ശാന്തമാവുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നല്ല ഉറക്കം നമുക്ക് ലഭിക്കും. ലോവർ ബ്ലഡ് പ്രഷർ. നാഡീശോധന നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ നമ്മളുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മൾ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തും, നമ്മളുടെ ടെൻഷൻസ് കുറയ്ക്കാൻ സഹായിക്കും. ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ടും ഈ ഒരു പ്രാക്ടീസിലൂടെ സാധിക്കും. റെഡ്യൂസിങ് സ്ട്രെസ് ഹോർമോൺ. നമുക്ക് ടെൻഷൻ പരമാവധി കുറയ്ക്കാൻ, നമ്മുടെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതിൽ ഈ ഒരു പ്രാക്ടീസിന് വളരെയധികം പങ്കുണ്ട്. നമ്മളുടെ സ്ട്രെസ് ഹോർമോണിന്റെ റിലീസ് കുറച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് ഈ ഒരു പ്രാക്ടീസ് നമ്മളെ എത്തിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോണിന്റെ റിലീസ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് അസുഖങ്ങൾ വരുന്നത് കുറയ്ക്കാനായിട്ടും ഈ ഒരു പ്രാക്ടീസിലൂടെ സാധിക്കും. ഇനി എങ്ങനെ ഈ ശ്വസന വ്യായാമം നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു യോഗ ബ്രീത്തിങ് എക്സസൈസ് ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യേണ്ടതിന് ചില പ്രത്യേക രീതികൾ അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മെത്തഡ് ഉണ്ട്. ആദ്യമേ തന്നെ ഈ ഒരു യോഗ പ്രാക്ടീസ് നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നമ്മൾ ഇരിക്കുക. നിലത്തിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം, അതല്ല ചെയറിലൊക്കെ ആണെങ്കിൽ നമ്മൾ കംഫോർട്ടബിൾ ആയിട്ട് നടുവ് നിവർത്തി ഇരിക്കുക എന്നുള്ളതാണ്. ഷോൾഡറിനൊക്കെ ഒരുപാട് ടെൻഷൻസ് കൊടുക്കാതെ ഫ്രീ ആയി റിലാക്സ് ചെയ്ത് ഇരിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ച് ഒന്നോ രണ്ടോ ദീർഘമായിട്ടുള്ള ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. അതിനുശേഷം ഇനി നമ്മൾ ഈ ഒരു പ്രാക്ടീസിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വലത് കൈ ഉപയോഗിച്ചാണ് നമ്മളുടെ ഈ നോസ്ട്രിലുകൾ നമ്മൾ ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും ആദ്യമേ തന്നെ നമുക്ക് അങ്ങ് താഴേക്ക് മടക്കുക. അപ്പൊ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആവും. ഇത് രണ്ടും താഴേക്ക് മടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിച്ചമുള്ളത് നമ്മളുടെ തമ്പ് അല്ലെങ്കിൽ തള്ളവിരലും മോതിരവിരലും ചെറുവിരലുമാണ്. ഈ ഒരു വിരലുകളാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസിന് യൂസ് ചെയ്യുന്നത്. ഇതില് നമ്മളുടെ തമ്പ് ഉപയോഗിച്ച് നമ്മളുടെ റൈറ്റ് നോസ്ട്രിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ മോതിര വിരലും അല്ലെങ്കിൽ റിംഗ് ഫിംഗറും ലിറ്റിൽ ഫിംഗറും ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് നോസ്ട്രിൽ നമ്മൾ ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ
അപ്പൊ ഈ ഒരു പ്രാക്ടീസിൽ നമ്മൾ ആദ്യമേ 1-2 ദീർഘശ്വാസം എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മുദ്രയിലേക്ക് നമ്മുടെ വിരലുകൾ കൊണ്ടുവരിക. ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ലെഫ്റ്റ് കൈയിൽ തന്നെ റിലാക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കണ്ണുകൾ അടയ്ക്കുകയാണ്. കണ്ണുകൾ അടച്ചതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു റൈറ്റ് നോസ്ട്രില് റൈറ്റ് തമ്പ് ഉപയോഗിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് നോസ്ട്രില് ഈ ഒരു വശം ഓപ്പൺ ആണ്. ഇത് നമ്മൾ സീൽ ചെയ്തതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് ഈ ലെഫ്റ്റ് നോസ്ട്രിൽ വഴി ദീർഘമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കും. നമുക്ക് എടുക്കാവുന്ന മാക്സിമം ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു നോസ്ട്രിൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ റൈറ്റ് നോസ്ട്രിൽ കൂടെ നമ്മൾ ലെഫ്റ്റിൽ കൂടെ എടുത്ത ശ്വാസം റൈറ്റിൽ കൂടെ നമ്മൾ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. എങ്ങനെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ തമ്പ് യൂസ് ചെയ്ത് റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്ത് പിടിക്കുന്നു. അതിനുശേഷം ലെഫ്റ്റിൽ കൂടെ ദീർഘമായിട്ട് ശ്വാസം എടുക്കുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യമേ റൈറ്റ് ക്ലോസ് ചെയ്ത് ലെഫ്റ്റിൽ കൂടെ ശ്വാസം എടുത്താൽ പതിയെ ലെഫ്റ്റ് അടച്ച് നമ്മൾ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം റൈറ്റിൽ കൂടെയാണ് പുറത്തേക്ക് വിടേണ്ടത്. ഇങ്ങനെ നമുക്ക് ഒരു 6 to 10 റൗണ്ട്സ് ഒരു തവണ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് എത്ര തവണ ചെയ്യാം എന്നുള്ളൊരു സംശയം. ദിവസത്തിൽ നമുക്കൊരു 2 പ്രാവശ്യം ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ ഒരു തവണ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് ബെനിഫിറ്റുകൾ ഉള്ള ഒന്നാണ് ഈ ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കും നമ്മളുടെ ഒരുപാട് ടെൻഷന് സ്ട്രെസ്സുകൾ കുറയ്ക്കാനായിട്ടും നമ്മളുടെ മനസ്സിനൊക്കെ ഒരു ശാന്തത കൊണ്ടുതരാനായിട്ടും അപാര പവർ ഉള്ള ഒരു ശ്വസന വ്യായാമമാണ് ഈ നാഡീശോധന അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യാൻ നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആകെ കൂടി ഈ വിരലുകൾ യൂസ് ചെയ്യുന്നത് മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് അധികം സ്ട്രഗിൾസോ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനുകളോ ഒന്നും തന്നെ ഈ ഒരു എക്സസൈസ് പ്രാക്ടീസിന് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എവിടെ ആയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ടെൻഷൻ ഉള്ള വ്യക്തിയാണ്, ഒരു ഇന്റർവ്യൂവിന് പോകുന്നു അല്ലെ ഒരു പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ കയറുന്നതിനൊക്കെ തൊട്ട് മുമ്പ് വേണമെങ്കിലും നമുക്ക് ശാന്തമായിട്ടിരുന്ന് ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കാം ഡൗൺ ചെയ്യാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഫോക്കസോടെ ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.